പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓട്ടക്കാരൻ ഓട്ടക്കാരൻ. അടി എടാ മറ്റേത് വിൽത്തിനടിക്കട്ടാ ബാക്കിൽട്ടാ. ഇത് മറ്റേ വേറെയാണിത്. അതിനെല്ലാം കൊണ്ടത് ചൂണ്ടിട്ട് പിടിച്ചേക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ അടി ഉണ്ടാക്കണത്. ചൂണ്ടിട്ടേക്കണ പോലെ ഇടിയാണ്. ചുണ്ടത്ത് മാത്രം കയറി. തൊട്ടരി തോരാ നിൽക്കണായിരുന്നു. ഒരു ചെറുതും കൂടി കിട്ടി. ഇവനെ സിസേറിയൻ ചെയ്ത പോലെയാണ്. വയറിനാണ് കീറിയേക്കുന്നത്. അടുത്ത ഷോട്ടിലോട്ട് പോയാ വിട്ടുപോയാ വിട്ടുപോയതാണ്. അല്ലെങ്കിൽ അവിടെ മറിയണത് മാത്രം കണ്ടോളൂ. അടിച്ചോ. ചെമ്പല്ലി 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 ഏറിയാണ്ട. ചെമ്പല്ലി ഏറിയതാണ്. ചെമ്പല്ലി ഏറി കുഴപ്പമില്ലാത്ത ഒരു 1/2 കിലോ കഷ്ടി. 1/2 കിലോ ഉണ്ടാവും 350 ഗ്രാം ഏകദേശം അത്രയുണ്ട്. ബോയ് കമ്മലവൻ്റെ കുഴപ്പമില്ലേ തെറ്റി തോന്നണ പോലെ അടിച്ചോ. കയറിയിട്ടുണ്ട് കേട്ടോ. കളിയും കൊള്ളാം ഇക്കളിയും കൊള്ളാം മയിലാട്ടം കളി കൊള്ളാടി. നമ്മുടെ ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പം 4ാമത്തെ മീനാണ്ടാ. ഒരു ചെമ്പല്ലിക്കുഞ്ഞ്, 3 കരിമീൻ. അടിച്ചോ. ഞാനല്ലേ അമ്മറിഞ്ഞപ്പോൾ കണ്ടാണ്, അല്ലാണ്ട് എനിക്ക് മനസ്സിലാണല്ലോ ഒന്നും. അപ്പോൾ നമുക്ക് ഈ 3 കരിമീനും ഒരു ചെമ്പല്ലി കുഞ്ഞും അതെ ഇവിടെ നിന്ന് കിട്ടിയാണ്ട. ഈ ഒരു സ്പോട്ടിൽ നിന്ന് മാത്രം കിട്ടിയാണ്. തണല് പിടിച്ചേക്കണോണ്ട് കൂടിൻ്റെ തണല്. അപ്പോൾ നേരെ എല്ലാം കൂടി കയറി അതിൻ്റെ അടിയിൽ വരും. പക്ഷെ ടാസ്ക്കാണ് കണ്ടുപിടിക്കൽ. കുറച്ച് ആഴത്തിലാണ്. ഒരു 3 അടി 3.5 അടി താഴെ ആഴത്തിലോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് വളരെ മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു തരാട്ടാ. ഞാൻ കാണിച്ചെല്ലാം വീണിപ്പോൾ ബണ്ടുണ്ട് അവിടെ വരണം. മണ്ണും കൊണ്ടൊക്കെ സെറ്റ് ചെയ്തെടുത്താനാണ്. അയ്യോ പിടക്കല്ലാണ് മോനെ. അവൻ പിടക്കണ്. നല്ല ക്ലൈമറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നിറച്ച് മരങ്ങളും പശുവിനെ കൊണ്ടുവന്ന് കിട്ടിയാനുണ്ട് അതിൻ്റെ ഇടയിൽ. കണ്ടോ ആ വഴിയാണ്ട നമ്മൾ വന്നത് ഇങ്ങോട്ട്. ഇതാണ്ട ഞങ്ങൾ പറഞ്ഞ ബണ്ട് നോക്കി. ഇത് ഓരോ മഴക്കാലത്തും മുകളിൽ നിന്ന് വെള്ളം വന്നതനുസരിച്ച് വെള്ളം കൂടി കൂടി കൂടി
ഇത് പൊട്ടോട്ടാ. എന്നിട്ട് പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് രണ്ടാമത് വന്നിട്ട് സെറ്റ് ചെയ്യാറ്. ഇതിപ്പോൾ കുറച്ചാളായിട്ടുള്ളൂ ശരിയാക്കിയിട്ട്. ഇവിടെ നല്ല തെളിവായിരിക്കും ഈ വെള്ളത്തിനൊക്കെ, നല്ല ക്ലിയർ വെള്ളമാണ്. ഈ വെള്ളത്തിന് ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ, വെറുതെ ഉപ്പുള്ളൊരിക്കുള്ളൂ. ഇവിടെ ഉപ്പില്ലാത്ത വെള്ളമാണ്. ഉടക്കുമല്ലേ? ചൂണ്ടയാണോ? മീൻ പോയാ? എങ്ങനെയായിരുന്നു ചൂണ്ട? മറ്റേ ഇത് മീൻ പോയി ഇതേ പോണ്. അടി കൊണ്ട് ആ മീൻ അവിടെ പോയി. ഇവിടെ വലയമ്മ ഉടക്കി. ഇവിടെ വല കിടക്കണ്ടായിരുന്നു, പഴയ വല. അപ്പോൾ ആവട്ടെ, നെക്സ്റ്റ്. ഇപ്പം അടിച്ചേറ്റിയണ്ട, വീഡിയോ എടുത്തില്ല. ക്യാമറ പാട്ട് പാടാൻ പോയിരുന്നു. കാർത്തിക കണ്ടപ്പോൾ പാടാൻ പോയല്ലേ? കാർത്തിക കണ്ടപ്പോൾ തനിക്ക് ഓർമ്മ വന്നിട്ടാണ്. പച്ചനിരത്താഴ്വാരം പുൽകും വനമേ, കുഞ്ഞോളം കഥ ചൊല്ലും കായൽക്കരയേ, കരിവള ചാർത്തി പോകുമെന്നനുരാഗിയെ കണ്ടോ, എവിടെ നീ സഖി, സുന്ദരിയേ വാ വെണ്ണിലവേ വാ, ജീവത്താലം നീലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമയീ. ഇവിടെ നിന്റെ ഫ്രണ്ടിൽ തൊട്ട് അവിടെ അതേ പോയി അങ്ങോട്ട് പുറത്തേക്കണവനല്ല, ഇവിടെ വന്നറ. നീ നേരത്തെ അടിച്ചു കൊടുത്തോരണം വന്നിട്ടുണ്ടായി. ഈ കല്ലില്ലേ നമ്മുടെ പോയില്ലേ, പോയച്ചു കൊടുത്തോരണം വന്നിട്ടുണ്ടായി. ആ വന്നിട്ട് അപ്പോൾ തിരിച്ചും പോയി. കുറച്ച് നേരം നിന്നോളൂ. ചെറുത് ഒരു പീക്കിരി. ഉള്ളിൽ ജ്യൂസ് അടിക്കണം നീ. ആ അതും പോയാ? ചെമ്പലി കുഞ്ഞാണോ അത്? എടുക്കണ്ടോ, കാണിക്കണ്ടെന്ന് തോന്നും. അത് കുഴപ്പമൊന്നുമില്ല, മീനല്ലേ, എന്ത് ചെയ്യാനായിട്ടോ. കൂടെ വന്നേക്കണം, ഒരു പിടിയില്ല. കുത്തിപ്പൊളിച്ചിട്ട് ഓപ്പറേഷൻ കുബേര. കറക്റ്റ് മുള്ളുമ്പോൾ കൊണ്ടുപോയല്ലേ യൂത്ത് ചെയ്ത്. ഒരു പൊടിത്തരം മാമനോടൊന്നും തോന്നല്ലേ, കിട്ടണതൊക്കെ അല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ബ്ലഡ് അമ്മ എന്ത് ക്രൂരതയുള്ള ചെയ്യണം. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ വിഷമാവോടോ, ചൂണ്ടിട്ട് പിടിക്കണമല്ല. ഇത് ചോരാണയുള്ള മറ്റേത് നമ്മൾ ശ്വാസം മുട്ടിക്കാനുള്ള പോലെ കരക്ക് കൊണ്ടുപോയിട്ട്
ആ ഇത് ശരിക്കും പെട്ടെന്ന് കൊന്നളയല്ലേ. പെട്ടെന്ന് ചത്തു കിട്ടും. ഉണ്ടാ അല്ലെങ്കിൽ താഴെ നച്ചറ നിൽക്കുന്നുണ്ട്. നച്ചറ കരിമീനൊന്നും അധികം കാണുന്നില്ല അങ്ങനെ. ചെമ്പല്ലി കുഞ്ഞിനോണ്ടേക്കണം. എടുക്കണം. വെറുതെ ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ട് കേട്ടോ. തിരിച്ചു വിട്ടാൽ വീട്ടിലില്ല. അറിഞ്ഞുകൊണ്ടെടുത്തേക്കണല്ലോ കേട്ടോ. അത് അറിഞ്ഞുകൊണ്ടടിച്ചല്ല, കരിമീനടിച്ച് മാറിക്കൊണ്ടാണ്. ഇങ്ങനെ തിരിച്ചു വിടാനുള്ള എന്തായാലും അവനെന്തായാലും ചത്തുപോകും. നമുക്ക് ഇറക്കിയെടുക്കാം. ആ ഇപ്പുറത്തെ പൊന്തിക്കണേനാടി, റൈറ്റ് സൈഡിൽ പൊന്തിക്കണേനാടിയോ. അത് കയറിയിട്ടുണ്ട്. പിണഞ്ഞേക്കാണ് ഗൈസ്, പിണഞ്ഞേക്കാണ്. ഇവനാണെങ്കിൽ ഇവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കണം. ഞാൻ ഒരു കൈ പൊക്കി പിടിച്ചാണ് അതായത്. കുഴപ്പമില്ലാത്ത പക്ഷെ ഇവൻ ഉള്ളതിൽ കണ്ടതിൽ രണ്ടാമത്തെ വലിപ്പമുള്ളായിരുന്നു. ഇതിലും വലിപ്പമുള്ള ഒരെണ്ണമുണ്ടായിരുന്നു. അവനടിച്ചിട്ട് കൊള്ളണ്ടായിരുന്നില്ല. ഇത് ലാസ്റ്റ് കാണിച്ചു തരാട്ടോ കിട്ടിയ മീൻ എല്ലാത്തിനും. ഒരു ചെറുതും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പൻ്റെ ബുദ്ധിമുട്ടിക്കലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടാ. ദീർഘന്തലിരിക്കണത് ഇങ്ങനെയുള്ള ആറാണ്. ഉച്ചയിൽ വെയിലടിക്കണം. കുഴപ്പമില്ലാത്ത വേറെ കേട്ടില്ല. കിട്ടിയില്ല. അടി 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 അടിച്ച് തല പൊളിക്കടാ. പോണം, അവൻ ഇറങ്ങിപ്പോയി. അതിനടി ചെറുതെങ്കിൽ ചെറുത് അടി. ചെല്ലമ്പി ചെല്ലമ്പി അടുത്ത ചെമ്പല്ലിയാണ്ട. അത് ഡെഡായിട്ടാ. ഡെഡാണ്, ഹെഡാണ് കിട്ടിയത്. അവൻ ചത്തുപോയി. വേറൊരു കരിമീൻ വന്നിട്ടുണ്ട് ഗൈസ്. അവനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും നമ്മ. അവനെ കിട്ടുകയാണെങ്കിൽ പൊളിക്കും. ഓ വേഗമായിക്കോട്ടെ, വേഗമായിക്കോട്ടെ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. നമ്മ പറഞ്ഞ മഞ്ഞ കളർ പോകാറോടാ. മഞ്ഞ കളർ മാറി നേരെ പച്ചയിലോട്ടാവും എന്നാണ് തോന്നുന്നത്. കയറി വരുന്നുണ്ട്. ആ മഞ്ഞ മാറി നേരെ പച്ചയായി. ഇനി കുറേ ടൈം എടുക്കും കളർ മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് ഇതാണ്ട നമുക്ക് കിട്ടിയ മീനുകൾ. കുറച്ച് വെയിലാക്കൊണ്ട് ചെമ്പല്ലി ഏകദേശം കുഴപ്പമില്ലാത്തതാണ്. അത്രയൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ട് ചെമ്പല്ലി. 2 ചെമ്പല്ലിയും കിട്ടി. 2 ചെമ്പല്ലി ചെറിയ കരിമീനുകളൊക്കെ ആയിരുന്നു. 1-2 കൊള്ളു.
നമ്മ പോണം. ഉമ്പട്ടാ ഞങ്ങ പോയിട്ടുണ്ടെങ്കിൽ തട്ടാ നോക്കി കിടക്കണ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയ കഷ്ടപ്പാടും ദൂരം നോക്കിയായിരുന്നു. നല്ല വെയിൽ കൊള്ളേണ്ടി കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണോട്ടാ, ചെറുതായിട്ട് സബ് ചെയ്തേക്കണോട്ടാ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ഇതിൽ നന്നാക്കാൻ നോക്കാം. ഇനി വല്ല സജക്ഷൻ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണോട്ടാ. എന്തെങ്കിലും തിരുത്തല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യാം. പരമാവധി നോക്കാം. അപ്പോ ഓക്കേ.